ഹലോ, കുറച്ചായില്ലേ നമ്മളൊരു ക്രാഫ്റ്റൊക്കെ ആയിട്ട്. അപ്പം ഞാൻ ദേ ഇവിടെ ഒരു പേപ്പറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു പുതിയ ക്രാഫ്റ്റ് വീഡിയോ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട്. ഭയങ്കര സിമ്പിളാണ്. ഒരു ഐസ്ക്രീം സ്റ്റിക്ക് വേണം, പെൻസിൽ വേണം, പശ വേണം, പിന്നെ കുറച്ച് ഡെക്കറേഷന് വേണമെങ്കിൽ നമുക്ക് സ്കെച്ചൂടെ യൂസ് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ ഈ പേപ്പർ ഫോൾഡ് ചെയ്യണം. എൻ്റെ ഈ പേപ്പറിൻ്റെ ഗതി കണ്ടിട്ട് നിങ്ങൾ ആരും കണ്ണ് തള്ളണ്ട. കാരണം ഞാനും എൻ്റെ മോളും തമ്മിലൊരു മൽപ്പിടുത്തം കഴിഞ്ഞിട്ട് കിട്ടിയതാണ് ഈ പേപ്പർ. അതിൽ ആ പേപ്പറിൽ നമ്മളിങ്ങനെ മടക്കിയതിന് ശേഷം ഒരു ബട്ടർഫ്ലൈനെ വരച്ചു കൊടുക്കണം. ബട്ടർഫ്ലൈയും ഐസ്ക്രീം സ്റ്റിക്കുമായിട്ട് എന്താ ബന്ധമെന്ന് നോക്കണ്ട, ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഈ വരച്ചു കൊടുത്ത ബട്ടർഫ്ലൈനെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ പൂമ്പാറ്റതേ ഇവിടെ നല്ല ഭംഗിയുള്ളൊരു പൂമ്പാറ്റേനെ കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാക്കാൻ നമുക്ക് കുറച്ച് അലങ്കോല പണികളൂടെ ആവാല്ലേ. അങ്ങനെ ഞാനിവിടെ അലങ്കോലമാക്കുന്നുണ്ട്. നിങ്ങൾക്ക് അലങ്കാരമാക്കാൻ വേണ്ടിയിട്ട് വേറെ പല ഡിസൈൻസും ട്രൈ ചെയ്യാം. ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുത്തു. പിന്നെ അതിനെന്താ നമ്മൾ യൂഷ്വൽ ബട്ടർഫ്ലൈ വരയ്ക്കുമ്പോൾ ചെയ്യുന്ന സർക്കിളിട്ട് കളിക്കുള്ള പരിപാടികൾ. അങ്ങനെ കുറച്ച് സർക്കിളൊക്കെ വരച്ച് ഇതേ സെയിം റിപ്പീറ്റ് നമ്മൾ ഇപ്പുറത്തെ സൈഡിലും ആ പാറ്റേൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ വരച്ചു കൊടുത്തതിനൊക്കെ ഒന്ന് കളർ അടിച്ചെടുക്കുക. കളറൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബട്ടർഫ്ലൈനെ കുട്ടപ്പനാക്കി സുന്ദരിയാക്കി എടുക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും നമ്മുടെ ബട്ടർഫ്ലൈ. ഐസ്ക്രീം സ്റ്റിക്കുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാമെന്നല്ലേ. ഇത് ഇപ്പം കാണിച്ചു തരാം. ഒരു ബ്ലേഡ് എടുത്ത് നമ്മൾ സെൻറ്ററിൽ ഒരു കുഞ്ഞു കട്ട് ഉണ്ടാക്കുക. ഐസ്ക്രീം സ്റ്റിക്ക് കയറാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു കട്ട്. ആ കട്ട് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ബട്ടർഫ്ലൈനെ ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് അതിൻ്റെ ഉള്ളിൽ കടത്തി കൊടുക്കുക. ഉള്ളിൽ കടത്തി കൊടുത്തിട്ട് ഈ ഐസ്ക്രീം സ്റ്റിക്ക് ഊരിപ്പോകാൻ പാടില്ലല്ലോ. അത് നമ്മൾ എന്ത് ചെയ്യുക, പശ എടുക്കുക, ഒട്ടിച്ചു കൊടുക്കുക. ഇനിയാണ് മെയിൻ പരിപാടി. നമ്മൾ ഈ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ പുറകിൽ ഒരു പേപ്പർ എടുത്ത് ഇങ്ങനെ ചുറ്റി കൊടുക്കണം. നമ്മളിങ്ങനെ കറക്കുന്ന രീതിയിൽ ഒട്ടിച്ചിട്ട് ഇതിങ്ങനെ മുകളിലോട്ടും താഴോട്ടും വരണം. അപ്പോൾ നമ്മൾ ഈ പേപ്പർ സ്റ്റിക്കുമായിട്ട് ഒട്ടിക്കാൻ പാടില്ല, പക്ഷേ പേപ്പർ നമ്മൾ ഒട്ടിക്കുകയും വേണം. ഇനി അടുത്ത കലാപരിപാടി, ഒരു പേപ്പർ എടുക്കുക. ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ വലുപ്പം തന്നെ ആയിക്കോട്ടെ. എന്നിട്ട് അതിൻ്റെ ഒരു എൻഡ് നമ്മുടെ സ്റ്റിക്കിലും മറ്റേ എൻഡ് നമ്മുടെ ബട്ടർഫ്ലൈയിലുമായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിത് രണ്ട് സൈഡിലും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഈ നടുഭാഗം ഇങ്ങനെ ഓപ്പൺ ആയിരിക്കണം. എന്നാൽ മാത്രമേ ഈ കലാപരിപാടി മുന്നോട്ട് പോകുള്ളൂ. ഇപ്പോൾ എല്ലാവർക്കും സംഗതി എന്താണെന്ന് പിടിയിട്ടില്ലേ? അതെ, പറക്കുന്ന ബട്ടർഫ്ലൈ. നമ്മളിങ്ങനെ വലിക്കുമ്പോൾ അടയുന്നു, തുറക്കുന്നു, അടയുന്നു, തുറക്കുന്നു. അതെ, ഈ ബട്ടർഫ്ലൈ അങ്ങനെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ട്രൈ ചെയ്യണം കേട്ടോ. അവരും കുറച്ച് നേരം പറക്കുന്ന ബട്ടർഫ്ലൈ ഒക്കെ കൊണ്ടുവരുന്നത് സന്തോഷിക്കട്ടെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. പുതിയ ക്രാഫ്റ്റുമായി അടുത്ത വീഡിയോ കാണാം.